തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ പങ്കെടുത്ത സംഭവം വലിയ വിവാദമാവുകയും പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വരികയും ചെയ്തിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ ബി കൃഷ്ണ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ സുരക്ഷാ പ്രോട്ടോകോൾ വീഴ്ച സംഭവിച്ചതായി സ്ഥിരീകരിച്ചു. മുൻ കോർപ്പറേഷൻ കൗൺസിലറും CPM നേതാവുമായ IP ബിനു ഉൾപ്പെടെയുള്ള പ്രതികളാണ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. കോടതി അനുവദിച്ച ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായ ആഴ്ചയിലൊരിക്കൽ സ്റ്റേഷനിലെത്തി ഒപ്പിടാൻ എത്തിയതായിരുന്നു ഇവർ. ഒപ്പിട്ട ശേഷം പ്രതികളെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നു. എന്നാൽ അതിനു പകരം സ്റ്റേഷന് മുന്നിൽ പോലീസ് ഒരുക്കിയിരുന്ന ഊഞ്ഞാലാടാനും ചെണ്ട കൊട്ടാനും പ്രതികൾക്ക് അവസരം ലഭിച്ചു. ഊഞ്ഞാൽ കണ്ടാൽ ആടിയില്ലെങ്കിൽ പിന്നെന്തോണം എന്ന കുറിപ്പോടെ IP ബിനു തൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ റീൽസായി പങ്കുവച്ചതോടെയാണ് സംഭവം വിവാദമായത്. ആഘോഷത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ ധരിച്ചിരുന്ന അതേ നിറത്തിലുള്ള നീല ഷർട്ടും മുണ്ടുമണിഞ്ഞാണ് പ്രതികളും ചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടത്. പോലീസുകാർക്ക് വസ്ത്രം എടുത്ത കൂട്ടത്തിൽ പ്രതികൾക്കായി മുൻകൂട്ടി വസ്ത്രം വാങ്ങി നൽകിയതാണോ എന്നതിനെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP കർശനമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കൂടാതെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച പശ്ചാത്തലത്തിൽ IP ബിനു അടക്കമുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ച കേസിലാണ് ഇവർ പ്രതികളായിട്ടുള്ളത്.